സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ശ്രീമദ് ഭാഗവതം അധ്യായം 2 തുടരുന്നു. അങ്ങനെ ശ്രീനാരദർ ഒടുവിൽ ബദരി വനത്തിലെത്തി. അവിടെ ഇരുന്ന് തപസ് ചെയ്യാമെന്ന് നിശ്ചയിച്ചു. അപ്പോൾ കോടിസൂര്യ സമപ്രഭരായ സനകാദി യോഗീശ്വരന്മാരെ മുന്നിൽ കണ്ടു. ആനന്ദ സംഭ്രമത്തോടുകൂടി അവരെ വണങ്ങി ചോദിച്ചു: മഹായോഗികളും മേധാവികളും സദാ ശ്രീകൃഷ്ണനിൽ തന്നെ വസിക്കുന്നവരും ഹരികീർത്തന തൽപരന്മാരും ഹരികഥാമൃതാസ്വാദനത്താൽ ഉന്മത്തരുമായ ഭവാന്മാർക്ക് നമസ്കാരം. ശ്രീഹരിയിൽ ശരണം പ്രാപിച്ചവരായ നിങ്ങളെ കാലമോ ജരയോ ബാധിക്കുന്നില്ല. അതിനാൽ നിങ്ങൾ എല്ലാവർക്കും മുമ്പ് ജനിച്ചവരെങ്കിലും 5 വയസ്സ് മാത്രമായ ബാലന്മാരെ പോലെ കാണപ്പെടുന്നു. നിങ്ങളുടെ ശാപാനുഗ്രഹ ശക്തി പ്രസിദ്ധമാണല്ലോ. എന്റെ മഹാഭാഗ്യം കൊണ്ട് നിങ്ങളുടെ ദർശനം കിട്ടി. അശരീരി വാക്കിൽ സൂചിപ്പിച്ച മഹത്തായ സൽക്കർമ്മം എന്തെന്നും അതെങ്ങനെ അനുഷ്ഠിച്ചാൽ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് സുഖവും പുഷ്ടിയും പ്രാപിച്ച് സർവ്വജനങ്ങളിലും സ്ഥിരപ്രതിഷ്ഠരാകുമെന്നും എനിക്ക് ഉപദേശിച്ചു തരണം. കുമാരന്മാർ പറഞ്ഞു: ദേവർഷേ, വിഷാദിക്കേണ്ട, സമാധാനമായിരിക്കൂ. അങ്ങയുടെ ആഗ്രഹ സാധ്യത്തിനുള്ള ഉപായം പണ്ടേ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വിരക്ത ശിരോമണികളും ഹരിദാസ വരിഷ്ഠനുമായ അങ്ങ് ഭക്തിൽകർഷനായി പ്രയത്നിക്കുന്നതിൽ ഒട്ടും തന്നെ ആശ്ചര്യമില്ല. ഋഷികൾ അനേകം ശ്രേയോമാർഗങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം തന്നെ അല്പഫലപ്രദങ്ങളും ക്രിയാബഹുലങ്ങളും ശ്രമസാധ്യങ്ങളുമാണ്. വൈകുണ്ഠപ്രാപ്തിക്കുള്ള രാജമാർഗം എപ്പോഴും ഗോപ്യമായി തന്നെ ഇരിക്കുകയാണ്. അത് ഉപദേശിച്ചു തരാൻ പ്രാപ്തനായ പുരുഷനെ മഹാഭാഗ്യം കൊണ്ടേ കണ്ടുകിട്ടുകയുള്ളൂ. പരമാത്മാവിനെ അനുഭവസാധ്യമാക്കുവാൻ ശ്രീശുകൻ ഗാനം ചെയ്ത ജ്ഞാനയജ്ഞമാകുന്ന ശ്രീമൽ ഭാഗവത കഥനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നതാണ് അഭിജ്ഞമതം. സിംഹശബ്ദം കേട്ട ചെന്നായ്ക്കളെ പോലെ ഭാഗവത ശബ്ദഘോഷത്താൽ സകല കലിദോഷങ്ങളും ഓടിയൊളിക്കും. ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ പുഷ്ടിപ്പെട്ട് വീട് തോറും ജനം തോറും ക്രീഡിക്കും. ശ്രീനാരദർ ചോദിച്ചു: മഹാത്മാക്കളെ, ഒരു സംശയമുണ്ട്. വേദാർത്ഥത്തെ തന്നെയല്ലേ ഭാഗവതത്തിലും പ്രതിപാദിച്ചിരിക്കുന്നത്? വേദഘോഷം കൊണ്ടും ഗീതാപാഠം കൊണ്ടും ഉണരാത്ത ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ശ്രീമൽ ഭാഗവത കഥനത്താൽ എങ്ങനെ ഉണരും? കുമാരന്മാർ പറഞ്ഞു: വേദോപനിഷത്തുക്കളുടെ സാരം തന്നെ ശ്രീമൽ ഭാഗവതം എന്നത് ശരി തന്നെ. പക്ഷേ ഭാഗവതത്തിൽ അതിന്റെ സ്വരൂപം ഒന്ന് മാറി. തന്മൂലം ഫലത്തിനും ഔന്നത്യം കൂടി. ഉദാഹരണമായി ഫലവൃക്ഷങ്ങളിൽ ആമൂലാഗ്രം രസം വ്യാപിച്ചിരിക്കുന്നു. എങ്കിലും ആ രസം കായായി പഴമായി ലഭിക്കുമ്പോൾ മാത്രമേ അനുഭവവേദ്യമാകുന്നുള്ളൂ. പാലിൽ സർവത്ര നെയ് വ്യാപിച്ചിരിക്കുന്നു. എങ്കിലും അത് കാച്ചി ഉറച്ച് കടഞ്ഞെടുക്കുമ്പോൾ മാത്രമേ അനുഭവവേദ്യമാകുന്നുള്ളൂ. കരിമ്പിൽ സർവത്ര മധുരരസം വ്യാപിച്ചിരിക്കുന്നു. എങ്കിലും രസമെടുത്ത് ശർക്കരയാക്കുമ്പോഴാണ് ഉപയോഗമാകുന്നത്. അതുപോലെ വേദമഹാസമുദ്രത്തിൽ പരന്നു കിടക്കുന്ന സാരത്തെ മാത്രം എടുത്ത് വാർത്തതാണ് ശ്രീമൽ ഭാഗവതം. അതിനാൽ അത് സർവോത്തമമായി ഭവിച്ചു. ദേവർഷേ, ഈ വിഷയത്തിൽ അങ്ങയ്ക്ക് സംശയം ഉണ്ടായല്ലോ എന്ന് ഞങ്ങൾ അതിശയിക്കുന്നു. അനവധി വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചിട്ടും മനഃശാന്തി ലഭിക്കാത്ത വേദവ്യാസന് അങ്ങല്ലേ ഭാഗവതം ഉപദേശിച്ചു കൊടുത്ത് മോഹം തീർത്തത്. അതിനാൽ ഭാഗവത മഹിമയെക്കുറിച്ച് ഒട്ടും തന്നെ സംശയം വേണ്ട. ഇത് കേട്ടപ്പോൾ ശ്രീനാരദരുടെ ഉള്ളം കുളിർത്തു. ജയ് ശ്രീ രാധേ രാധേ.